ഇപ്പൊ വന്നിട്ട് സർജറി നടത്തേണ്ടത് എവിടെയാണെന്നും ആരാണെന്നും താടി പിടിക്കണോ മീശ പഠിക്കണോ എന്നൊക്കെ ഡോക്ടറല്ല AKG സെന്ററിൽ നിന്ന് എഴുതി തരണമെന്ന് പറയണോ ഞങ്ങള്? മൂക്ക് പൊട്ടിയാ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഏതെങ്കിലും സൈബർ സഖാവ് ചോദിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ട ഒരു LDF കൺവീനറുടെ സ്ഥാനത്ത് നിന്നിട്ട് മൂക്ക് പൊട്ടിയാ സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ജയരാജേട്ടൻ തന്റെ പരിക്കിനെ പറ്റി പറഞ്ഞപ്പോ എന്തായിരിക്കും മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് അറിയാൻ എനിക്ക് കൗതുകമുണ്ട്. ഈ നേസൽ ബോൺ ഫ്രാക്ചർ റിഡക്ഷൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എൻഡോസ്കോപ്പിക് സെപ്റ്റോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ തടി മീശയൊക്കെ വടിക്കൽ നിർബന്ധമുണ്ടോ എന്നുള്ളത് ആരോഗ്യമന്ത്രിക്ക് ഏതെങ്കിലും ഒരു ENT ഡോക്ടറോട് വിളിച്ച് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു ജനറൽ അനസ്തീഷ്യ കൊടുക്കുന്ന ആളുകൾക്ക് ഇത് സർജറിക്ക് വേണ്ടിയിട്ടല്ലല്ലോ, അനസ്തീഷ്യയുടെ ട്യൂബ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫിക്സ് ചെയ്ത് വെക്കാൻ താടി മീശയും തടസ്സമാവോ എന്നുള്ള സംശയം. ഇപ്പോഴത്തെ പുതിയ ഈ പ്ലാസ്റ്റിക് കാര്യങ്ങളും ടേപ്പിംഗും ഒക്കെ നടത്താൻ അതൊരു തടസ്സമല്ല, അതിനുള്ള ടെക്നോളജി ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ചോദിക്കാൻ ആരെങ്കിലും ഒക്കെ ഇവരുടെയൊക്കെ ബന്ധത്തിലും പരിചയത്തിലും ഡോക്ടർമാരായിട്ടും വിവരമുള്ളവരൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പൊ വന്നിട്ട് സർജറി നടത്തേണ്ടത് എവിടെയാണെന്നും ആരാണെന്നും താടി പിടിക്കണോ മീശ പഠിക്കണോ എന്നൊക്കെ ഡോക്ടറല്ല AKG സെന്ററിൽ നിന്ന് എഴുതി തരണമെന്ന് പറയണോ ഞങ്ങള്? അപ്പൊ അതൊന്നും അറിയാതെ പറയുന്ന വിഡ്ഢിത്തങ്ങളാണെന്ന് ധരിക്കരുത്. അറിഞ്ഞുകൊണ്ട് അത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വലിയ കൊള്ളയെ മറച്ചു വെക്കാനുള്ള അവരുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ഇത്തരം ക്രിമിനൽ പോലീസുകാരെ ഒരു വശത്ത് പിരിച്ചുവിട്ടു എന്ന് വലിയ അവകാശവാദം ഉന്നയിക്കുക, മറുവശത്ത് അവരെ രഹസ്യമായി റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ട് അവരെ കൊണ്ട് CPMന്റെ ഗുണ്ടകൾ എടുക്കുന്ന പണി പോലീസിനകത്തുനിന്ന് എടുക്കാൻ ഏൽപ്പിക്കുക, എന്നിട്ട് അവരാ ഗുണ്ടാ പണി ഉപയോഗിച്ചിട്ട് ഞങ്ങളെയൊക്കെ മർദ്ദിച്ചില്ലാതാക്കിയാൽ ഞങ്ങൾ ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൊണ്ടുവരുന്നതിനോ ജനങ്ങളുടെ മുമ്പിൽ പറയുന്നതിനോ ഒരു തടസ്സമുണ്ടാവുമെന്നാണ് ആരെങ്കിലും കരുതുന്നതെങ്കിൽ അതുണ്ടാവില്ല. ഞങ്ങൾ ജനപക്ഷത്ത് ഉറച്ചു നിന്ന് തന്നെ മുന്നോട്ട് പോകും. ജനങ്ങളുടെ വിഷയങ്ങൾ ഇനിയും ഏറ്റെടുക്കും. ആശാവർക്കർമാരുടെ സമരത്തിനോട് ഇവർ കാണിച്ച അസഹിഷ്ണുത എത്ര വലുതാണെന്ന് നിങ്ങൾ കണ്ടതാണ് ഇന്നലെ. പ്രതിഷേധ സ്വരങ്ങളോടുള്ള ഇവരുടെ നിലപാട് എന്താണെന്നുള്ളത് കണ്ടതാണ്. എന്നിട്ട് അതിനൊരു കള്ളക്കേസ് ബോംബിന്റെ പേരിലുണ്ടാക്കുക. ഞാനൊരു കാര്യം പറയാം, അവിടെ അയ്യന്റെ സ്വർണം ചെമ്പായി മാറിയതുപോലെ ഇവിടെ പോലീസിന്റെ ഗ്രനേഡ് ഞങ്ങളുടെ കയ്യിലുള്ള ബോംബാക്കി മാറ്റാനുള്ള കള്ളക്കഥയും ജനങ്ങൾ കയ്യോടെ പിടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. അല്ലെങ്കിൽ 10-ാം തീയതി പൊട്ടിയ ബോംബിന് 10-ാം തീയതി പൊട്ടിയ ബോംബിന് 13-ാം തീയതി ഒരു കഥയുണ്ടാക്കിയിട്ട് FIR DYFI നേതാക്കന്മാരുടെ ഭാവനയാണ് പോലീസിന്റെ FIR സ്റ്റേറ്റ്മെന്റിൽ വരേണ്ടത്? അവരുടെ തിരക്കഥയാണോ FIRൽ വരേണ്ടത്? 10-ാം തീയതി അവിടെ ഒരു ബോംബ് പൊട്ടിയ നിങ്ങൾ മാധ്യമപ്രവർത്തകർ, പേരാമ്പ്രയിൽ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ ഇവിടെ ഉണ്ട്, നിങ്ങൾ അറിയാതിരിക്കുവോ? പോലീസ് അറിയാതിരിക്കുവോ? ഒരു ബോംബിന്റെ ഇൻസിഡന്റ് ഒരു സമരരംഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു സ്ഫോടക വസ്തു ഒരു സമരരംഗത്ത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പോലീസ് 3 ദിവസം മൗനം പാലിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആളുകളുടെ ലോജിക്കിനെ വെല്ലുവിളിക്കുകയാണ് ഇവർ, സാമാന്യ യുക്തിയെ. ഇപ്പൊ FIR ഒക്കെ ഇപ്പം DYFI നേതാക്കന്മാരാണ് എഴുതി കൊടുക്കുന്നത്. അവരുടെ തിരക്കഥയും ഭാവനയുമാണ് FIR ആയിട്ട് വരുന്നത് പോലീസിന്റെ. നിങ്ങൾ ഇനി വേറെ കാര്യം, എന്നിട്ട് അതിന് വ്യാപകമായ അറസ്റ്റും റെയ്ഡും രാത്രി 2 മണിക്കും 3 മണിക്കും കുട്ടികളും സ്ത്രീകളും ഉള്ള വീടുകളിലേക്ക് അതിക്രമിച്ച് കയറുക, റൂമിനകത്ത് കയറുക, ബെഡ്റൂമിനകത്ത് കയറുക, 1 വയസ്സും 1.5 വയസ്സുള്ള കുട്ടികൾ കടന്നുറങ്ങുന്ന റൂമിന്റെ വാതിലുകൾ തല്ലിപ്പൊളിക്കുക, വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച 5-8 സഹപ്രവർത്തകരെ, നിരപരാധികളായ പോലീസ് പോലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് 3 ദിവസം റിപ്പോർട്ട് ചെയ്യാത്തൊരു ഇൻസിഡന്റിന്റെ പേരിൽ പിന്നെ നടന്ന ചില പരിശോധനാ നാടകങ്ങൾക്ക് ഒടുവിൽ കൊണ്ടുപോയിട്ട് അറസ്റ്റ് ചെയ്യുക. ഞാൻ വേറെ 2 കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്.